എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, എന്നാലും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പിറ്റേ ദിവസം ജസ്റ്റ് ഞാനൊരു വീഡിയോയുടെ എൻഡിങ് പറയാനായിട്ട് മാത്രം വീഡിയോ എടുത്തു. അത് ഞാൻ അതായത് നമ്മൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 3-4 ദിവസമായി. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയാമോ? ഞാനിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തത്. പക്ഷേ രാവിലെ അല്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ പാട്ടിടും അമ്പലത്തിൽ. അപ്പോൾ ആ പാട്ടെല്ലാം എൻ്റെ ഈ വീഡിയോയിൽ ക്യാപ്ചറായി. അപ്പം ഞാനത് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് എനിക്ക് എങ്ങനെ വന്നു? അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത്, അയ്യോ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അപ്പുറത്തെ അമ്പലത്തിലിട്ട പാട്ടായിരുന്നു എന്ന്. അതുകൊണ്ട് പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അതാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ പിന്നെ നാട്ടിൽ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രതീതിയാണ്. നമ്മുടെ അവിടുത്തെ കൂട്ടുള്ള ഒരു ജീവിത രീതിയേ അല്ല, വളരെ വ്യത്യാസമുള്ളൊരു ജീവിത രീതിയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വാക്കിങ്ങിന് പോവും, നടക്കാൻ പോവും, യോഗയ്ക്കുണ്ടെങ്കിൽ യോഗ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ധനുഷ് സ്കൂളിൽ പോകണമെങ്കിൽ അത് സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ ഒരുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഏട്ടന് ഓഫീസിൽ പോകാനായിട്ട് ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഫ്ലാറ്റ് ജീവിതമല്ലേ, ഫ്ലാറ്റ് ജീവിതവും നമ്മളെ നാട്ടിലുള്ള വീട്ടിലെ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ. പിന്നെ ഒരു വ്യത്യാസം വന്നത് നമ്മൾ അവിടെ ബോംബെയിൽ പോയതിന് ശേഷമാണ്. വീണ്ടും നാട്ടിലേക്ക് വരുമ്പോൾ ആ പണ്ടത്തെ ജീവിതമാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നു. അതിൻ്റെ ഹോണടിയും ബഹളങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ അത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടായി വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വണ്ടികളുടെ സൗണ്ട് വലുതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും അമ്മ ചായ ഇട്ടുകൊണ്ട് തരും. നമുക്കവിടെ ആരാ ചായ ഇട്ടുകൊണ്ട് തരുന്നത്? നമ്മൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇട്ട് കുടിച്ചോണം. ആ ഒരു വ്യത്യാസം ഇവിടെ വളരെ അധികമായിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതേ കണക്ക് തന്നെ നമുക്ക് ഒരു വീടുകളിൽ പോയൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ അമ്മ എല്ലാം ഉണ്ടാക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബന്ധുക്കളെല്ലാം ചുറ്റിനും താമസിക്കുക. അവരുടെ എവിടെ പോയി വേണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ ലഞ്ച് കഴിക്കുമോ ഒക്കെ ചെയ്യാം. അതൊക്കെ എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു ലൈഫ് സ്റ്റൈലല്ലേ. നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇതൊന്നും പുതുമയായിരിക്കത്തില്ല. പക്ഷേ ഞങ്ങൾ അന്യനാട്ടിൽ ബോംബെയിലും ഗൾഫിലും ഒക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ജീവിതശൈലിയാണ്. പണ്ട് നമ്മളിങ്ങനെയായിരുന്നു. ആ ഒരു ജീവിതം തിരിച്ച് പിന്നെ നമുക്ക് കിട്ടുമ്പോഴത്തേനുള്ള ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നാട്ടിൽ വരാനായിട്ട് നമുക്കൊക്കെ എത്രയ്ക്ക് അങ്ങ് ഇഷ്ടം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണ്. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കാം. അതാണ് മെയിൻ. ധനുഷിനും ചക്കയും മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പം ചക്കയൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് പുരയിടമുണ്ട്, അതിനകത്ത് ചക്കപ്പുണ്ട്. പക്ഷേ പോയി അടുത്ത് കൊണ്ട് വരാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങ് മെനക്കെടാത്തത്. എന്നാലും ചക്ക ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ പിന്നെ മീൻ മേടിക്കാനായിട്ട് ചന്തയിലൊക്കെ പോകുമ്പോഴത്തേന് ഇത് മേടിച്ചിട്ട് വരും, കപ്പ. അതുകൊണ്ട് മിക്കവാറും ദിവസം എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ മാങ്ങ മിക്കവാറും ദിവസം കാണും. പഴുത്ത മാങ്ങ ഇട്ടിട്ട് മാങ്ങ പുളിശ്ശേരിയൊക്കെ വെക്കും. ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെ കാണണം, അതൊക്കെ തന്നെ കഴിക്കണം. അപ്പം ഇപ്പം തുടക്കം ആയതല്ലേ ഉള്ളൂ. രാവിലെ തന്നെ അങ്ങനെ അവിടെ സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ചുകൊണ്ട് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാപ്പി കുടിക്കുവാണ്. അപ്പം നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ മുറ്റം വലിയ മുറ്റമാണ്. അപ്പോൾ അവിടെ അങ്ങനെ തുണി കഴുകി ഇടാനായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നനയത്തൊന്നുമില്ല. പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയൊരു ഹോളാണ്. ധനുഷ് എഴുന്നേറ്റതേ ഉള്ളൂ. ധനുഷ് എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ തുടങ്ങുവാന്ന് തോന്നുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോയി തൊഴുതിട്ട് വരും.
അപ്പോൾ നാട്ടിലെ ചൂട് അതിശക്തമാണ്. അതായത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുന്ന സമയത്ത് ബോംബെയിലെങ്ങും ചൂട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളതുപോലെ ട്രെയിനിൽ എ സിയിലാണ് വന്നത്. എ സിയിൽ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഭയങ്കര ചൂട്. നമുക്കിനി കുറച്ച് ദിവസം പിടിക്കും ഈ ചൂടുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. അതുവരെ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ അങ്ങനെ അങ്ങ് ചൂട് അനുഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബോഡിക്കും അതൊന്ന് പരിചയമായി വരണ്ടേ. അതുകൊണ്ട് കുറച്ച് ദിവസത്തേന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മഹാവിഷ്ണു ക്ഷേത്രം. ഈ മുന്നിൽ കാണുന്ന റബ്ബറും തോട്ടമാണ്. റബ്ബറും തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം ഉള്ളത്. അതുകൊണ്ട് പോകാനും വരാനും ഒക്കെ നല്ല എളുപ്പമാണ്. അതേ കണക്കാണ് റോഡും. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്താണ് റോഡ്. നോക്കൂ, ഈ ഇവിടുന്ന് അവിടെ കാണുന്നത് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. ബസ് സർവീസൊക്കെ ഉള്ള മെയിൻ റോഡാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനും വരാനും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാനുമായിട്ടൊക്കെ നല്ല എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയാണൊക്കെ വിളിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബസ് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരാൻ പറ്റും. അങ്ങനെ ധനുഷ് വന്നിട്ട് എന്നെ വിളിക്കുവാണ്. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നില്ല, അമ്മ ഒന്ന് എടുത്ത് തരുമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുവാണ്. പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾക്ക് ഒരിടം വരെ പോകണം. വേറെങ്ങുമല്ല, ചക്ക അടക്കാൻ പോകണം. അതാണ് വലിയ കാര്യത്തിൽ പോകാനായിട്ട് ഒരുങ്ങുന്നത്. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് വലിയ പാടാ. എന്നാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഹായ്, ഹലോ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് നാട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കാമെന്ന് വെച്ച് ഞങ്ങളിപ്പോൾ ഒരു അപ്പുറത്ത് കുറച്ച് പുരയിടമുണ്ട്. അവിടെ ചക്ക ഉണ്ടോ നോക്കാൻ പോവാണ്. അപ്പം ചക്ക 2-3 ദിവസമായിട്ടേ ഒന്നുമില്ല. കപ്പ ഉണ്ടായിരുന്നു. കപ്പ നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചെടുത്തായിരുന്നു. ചക്ക നമ്മുടെ പുരയിടത്തിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അത് അടക്കാനായിട്ട് പോവാണ്. പക്ഷെ ഭയങ്കര വെയിൽ, അതുകൊണ്ടാണ് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇനി അവിടെ ചക്ക ഉണ്ടോ നോക്കി ചക്ക അടത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഇറങ്ങുവാണ്. അയ്യോ അയ്യോ അയ്യോ. എന്തുവാ? കല്ലുപാറ അതോ പാറക്കല്ലോ? കല്ലുപാറയല്ല, പാറക്കല്ല്. ഇതൊരു കുളമായിരുന്നു നമുക്ക് പറ്റി വരാൻ. എങ്ങും വെള്ളമില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അമ്മ സാരിയെ കൊടുത്ത് പോവാണ്. അങ്ങനെ അടുക്കളയിലേക്ക് വന്നേക്കുവാണ്. ഭയങ്കര ചൂട്. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു ഹായ് പറഞ്ഞിട്ട് പോരാ. എന്റെ ദിവസം ഞാൻ തന്നെ ഇതല്ല നിന്റെ നടപടി വിളിച്ചു വിളിച്ചോ? എന്നാൽ പകല് വലിയ ചൂട് തോന്നില്ല, രാത്രിയിലാണ് ചൂട് ഭയങ്കര. അപ്പോൾ പകല് നമുക്ക് സഹിക്കാവുന്ന ചൂടൊക്കെ ഉള്ളൂ. കണ്ണാ, നിന്നോട് ഞാൻ സൗണ്ട് കുറയ്ക്കാൻ പറ്റിയല്ലോ കുഞ്ഞേ. വലുതായിട്ട് മധുരമില്ല. അയ്യേ, ഇത് ചതഞ്ഞതാന്ന് തോന്നുന്നു. നമ്മുടെ തലയിലങ്ങാണ്ട് വീണേ.
വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാം ഈ ചൂട് സമയത്ത്. നല്ല തണുത്ത വാട്ടർമെലൺ ജ്യൂസ്. ധനുഷനോട് കൊടുക്കട്ടെ. ധനുഷ ടി വി ആണോ? ധനുഷന് കുടിച്ചിട്ടാണ്. ധനുഷന് കൊടുത്തിട്ട് ചക്ക എരിയാണ് ഗൈസ്. ചക്ക അന്ന് ചക്കയാണ് ഉണ്ടാക്കുന്നത്. ചക്ക അവിയൽ വെക്കാനായിട്ട് അരിയുവാണ്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിടും അവിയൽ വയ്ക്കാൻ. അല്ലാതെ ഇളക്കി എടുക്കുന്നതിന് വട്ടത്തിലരിഞ്ഞാണ് അല്ലേ? കണ്ണാ, എടാ ഇത് ചക്കയെന്ന് കഴിച്ചു നോക്കടാ. ചെറുതായിട്ട് മധുരം വെച്ചതാ. നീ ഒന്ന് കഴിച്ചു നോക്കിയേ. ഈ ചക്കയെന്ന് കഴിച്ചു നോക്കാൻ. ചെറുതായിട്ട് മധുരം വെച്ചതാണ്. ഇതൊന്ന് കഴിച്ചു. ധനുഷിനെ കൊണ്ട് ഞാൻ ചക്ക കഴിപ്പിക്കുമായിരുന്നു. അവൻ ചക്ക ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്റെ രൂപം നോക്കും. ഞാൻ മോഹം കഴുകിയിരിക്കുക. എത്ര പ്രാവശ്യം രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയതാ. എന്നിട്ട് വന്നിട്ട് മോഹം കഴുകിയിരിക്കുക. ചൂടെടുക്കുമ്പോൾ ഞാൻ പോയി മോഹം കഴുകും. ചൂട് ചൂടാണ്. പക്ഷേ ഇവിടെ ഇത്തിരി കുറവുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ചൂട്. നോക്കൂ, സീലിങ്സ് ആയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിലിങ്ങനെ ഭിത്തിയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. കണ്ണ ടി വി വെച്ചേക്കും. എത്ര ഉറക്കി വെച്ചേക്കുന്നേ നമുക്ക്. ടി വി വെച്ചിട്ട് അവിടെ കിടക്കും.
ചക്ക കഴുകി വാരി വെച്ചു. ഇത് ചക്കയ്ക്കകത്ത് ഉപ്പിട്ടു. ഇല്ല, അതിനകത്ത് ഇട്ടില്ല. പയറും ചക്കക്കുറും വെള്ളം ഇല്ലാത്ത കൂടിപ്പോയാ ഇനി ഇത് രണ്ടും അടച്ച് വയ്ക്കണം. മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ചോ? ഇല്ല. ഓ അയ്യോ, അതി വെള്ളം വെച്ചില്ല. നീ അണക്കണ്ട, കുറച്ചിട്ടിരുന്ന പരാതി. മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ചക്ക വേവിക്കാൻ വെച്ചു. ഇത് പയറ് മെഴുക്കോട്ടിക്ക്. അതിന് ഇത് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. ചക്കക്കുരു ഉണ്ടായേണ്ട വെള്ളം ഒഴിച്ചത്. ഭക്ഷണമായില്ല. ചക്കയുടെ അരപ്പുണ്ടാക്കുക. തേങ്ങ, പിന്നെന്തരാ, വെളുത്തുള്ളി, ജീരകം, പിന്നെന്തരാ, അത് സാരമില്ല. വെളുത്തുള്ളി എല്ലാം ഇടണ്ട. രണ്ടൊന്നും ഇട്ടാൽ മതി. മതി, അതോടെ വെച്ച്. ഇനി എന്താ, ജീരകം അല്ലേ? ജീരകം ദേ അവിടെ ഇരിക്കുന്നു. ജീരകം. ഇനി എന്താ, ചുമന്ന മുളകും. അതെ, ചുവന്ന മുളകും. മഞ്ഞപ്പൊടി ഇട്ടില്ലേ ചക്കയില്? ശകല എന്നാലും അരപ്പിലുണ്ട്. വെള്ളം ചേർത്ത് അടിക്കണോ? വെള്ളം ചേർത്ത് അടിക്കണോ? വെള്ളം ചേർക്കാൻ അരിഞ്ഞു പോയാ ഒന്ന് കറക്കിയാ പോലെ അരിഞ്ഞുണ്ടായിരുന്ന ഇത് ചക്കപ്പൂഞ്ഞ് തോരൻ വെക്കാനായിട്ട് ചക്കപ്പൂഞ്ഞ് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, തേങ്ങ അരിഞ്ഞത്, പിന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ടേക്കാം. തേങ്ങ മതി. ഓ വേണ്ട. ഇവിടെ ഒരു അടുപ്പുണ്ട്. ഈ അടുപ്പിനകത്ത് അരി ഇട്ടതായിരുന്നു. തീയെല്ലാം കെട്ടുപോയി. അമ്മിക്കല്ലുണ്ട്, പക്ഷേ അമ്മിക്കല്ലിലൊന്നും അരയ്ക്കത്തൊന്നുമില്ല. ഇങ്ങനെ വെളിയിലേക്ക് അപ്പുറത്ത് വീടുണ്ട്. ഇതാണ് വെളി സൈഡ്. അയ്യോ, ഇവിടെ കിണർ. അവിടെ കാണുന്നത് അമ്പലം. എന്നിട്ട് ഇവിടെ കാണുന്നത് അമ്പലം. അമ്പലത്തിലാണ് നാളെ ഉത്സവം നടക്കുന്നത്. ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു ഹോം ടൂറിൻ്റെ ഞാൻ പിന്നീട് എടുക്കുന്നുണ്ടാവും. അമ്മ അവിടെ നിന്ന് ചിക്കരയ്ക്കുന്നു. അമ്മ കൈലിയാണ് ഉടുക്കുന്നത് വീട്ടിൽ. കാരണം ചൂടായതുകൊണ്ട് കോട്ടൻ്റെ. അമ്മ സാരി നേരത്തെ ഉടുത്തിരുന്നു, പക്ഷേ ഇപ്പം അമ്മ പറയുന്നത് സാരിയെക്കാട്ടിയും നല്ലത് കൈലിയും തോർത്തു വന്ന്. വയസ്സായതല്ലേ, അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. പിന്നെ ഞാനൊന്നും പറയാൻ പോകത്തില്ല. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അത് അമ്മ എടുക്കും. അമ്മ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖമാണ്. എനിക്ക് പിന്നെ പണിയൊന്നും ചെയ്യണ്ട. ഇത് ഡൈനിങ് ഏരിയ. ഇങ്ങനെ ഇവിടെ ഒരു ബെഡ്റൂം. തൈരോ? ഒരു കൊണ്ട് അടുത്തുണ്ടാവും. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെയുണ്ട് ഒരു ബെഡ്റൂം. ഇവിടുത്തെ ബെഡ്റൂമിലെല്ലാം ഞാൻ അങ്ങനെ ബാഗ് എല്ലാം ഇങ്ങനെ വച്ചേക്കുവാണ്.
ഇത് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കോ, മടക്കിയില്ല, സമയം കിട്ടിയില്ല. ഇങ്ങനെയാണ് ബെഡ്റൂം. പിന്നെ ഇവിടെ തന്നെ ബെഡ്റൂമിൻ്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും, ഒരു ബാത്റൂം. പിന്നെ അപ്പുറത്തെ ബെഡ്റൂമിനുണ്ട് ബാത്റൂം അറ്റാച്ച്ഡായിട്ട്. ടി വി കാണടാ, ടി വി കാണും. കണ്ട് നീ ഒരു ആവും. ഞാൻ പറഞ്ഞത് അതിന് എരി ഉണ്ടാവുമെന്ന്. ഇഷ്ടാ? എന്നാ പിന്നെ കഴിച്ചോളൂ. ഇത് ബെഡ്റൂം. ഇത് ബെഡ്റൂമിൻ്റെ ബാത്റൂം. രണ്ടും അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ വെളിയിലെ ഏരിയ ഇങ്ങനെ. അങ്ങനെ വെളിയിൽ അവിടെ അങ്ങനെ റോഡ്, ഇത് കണ്ട കാർ പോകുന്നുണ്ട, അത് റോഡ്, ബസ്സൊക്കെ പോകുന്ന റോഡാണ് അത്. ഇവിടെ ഒരു പൂജാ റൂം, അത് കാണിക്കാൻ മറന്നുപോയി. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല സുഖം. ദേ പോകുന്നു ബസ്. ഞാൻ പറഞ്ഞത് വൈകുന്നേരത്ത് ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല സുഖം. പക്ഷെ ഇപ്പോഴും കുഴപ്പമില്ല. അതേ നോക്കൂ, 2 സൈഡ് റബ്ബറാണ്. അതുകൊണ്ട് ചൂട് അത്രയ്ക്ക് വലുതായിട്ടില്ല. ആ സൈഡ് റബ്ബർ, ഈ സൈഡും റബ്ബറുണ്ട്. ധനുഷ് ഭയ്യ എപ്പോഴും ഇങ്ങനെ കിടക്കില്ലേ? ധനുഷ് ഭയ്യ വേണം സമയത്തില്ല. ഇതെന്താണ്? മീൻ ഫ്രൈ ഉണ്ട്. മീൻ ഫ്രൈ അമ്മമ്മ എപ്പോൾ കൊണ്ടുവരും. ഇതൊഴിച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുക. ഇതിന് അമ്മമ്മ കൊണ്ടുതരും. മാങ്ങാ പുളിശ്ശേരി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എടുത്തില്ലേ? മാങ്ങ പുളിശ്ശേരി. മാങ്ങാ പുളിശ്ശേരി. മീൻ ഫ്രൈ ഈസ് റെഡി ധനുഷ് ഭയ്യ. താങ്ക് യു ദീദി. എൻ്റെത് നമുക്ക് കഴിക്കാം ഭക്ഷണം. ധനുഷ് ഇവിടെ ഇരിക്കുന്നു. അവന് ക്യാമറയിൽ വരാൻ നമുക്ക് താല്പര്യം. അതേ കൈ എനിക്ക് ഇച്ചിരി മുകളിൽ തരൂ. ഞാനിവിടെ ധനുഷിന് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കുവാണ്, മസാല ഓട്സ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ധനുഷ് വിശക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവന് വേറൊന്നും വേണ്ട. എനിക്ക് കഴിക്കാനായിട്ട് അപ്പം ഇരിപ്പുണ്ട്. അവന് അപ്പം വേണ്ട. അവന് ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോഴത്തേനും മസാല ഓട്സ് മേടിച്ചു. അവന് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തോട്ടേ പറയുന്നു, അമ്മ എനിക്ക് മസാല ഓട്സ് ഉണ്ടാക്കി തരണേന്ന്. അങ്ങനെ മസാല ഓട്സ് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ്. ഭയങ്കര ചൂട്. ഞാൻ ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ. വീണ്ടും വിയർക്കുന്നു. എന്തൊരു ചൂട്. കുളിച്ചിട്ടൊക്കെ അടുക്കളയിലും കൂടെ കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഞാൻ വിചാരിച്ചു കിടക്കാൻ നേരത്ത് മേലെ കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ വിചാരിച്ചു അങ്ങ് മേല് കഴുകിയിട്ട് വന്നപ്പോഴാണ് അവന് ഓട്സ് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവന് ഓട്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ്. ഇയർത്തൊഴുകുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ ലൈറ്റിങ്സും കൂടെ ഒന്ന് കാണിച്ചു തരാം. ലൈറ്റിങ്സും കൂടെ ഒക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നാട്ടിലെ ഒരു വീഡിയോയാണ്. നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ജോലി ഒക്കെ വരുന്ന സമയത്തൊന്നും എടുത്തില്ലായിരുന്നു. കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല. എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കണം. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു സ്നേഹം എന്നോട് ഉള്ളതായിട്ട് ഞാൻ കാണും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ. ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലെ ലൈറ്റിങ്സ് ഒക്കെ കാണാം. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് അമ്പലത്തിലെ ലൈറ്റിങ്സ് ഒക്കെ ഇങ്ങനെ കാണുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ലൈറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണിത്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം തന്നെ അവിടുത്തെ ലൈറ്റിങ് കാണാൻ പറ്റും. അതേ കണക്ക് തന്നെ ഉത്സവം നടക്കുവാണ്. വിഷു മഹോത്സവം നടക്കുവാണ്. ധനുഷ് ആദ്യമായിട്ടാണ് നാട്ടിലൊരു ഉത്സവം കൂടുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ധനുഷിനുണ്ട്. ധനുഷിന് മാത്രമല്ല കേട്ടോ, എനിക്കുമുണ്ട്. എനിക്ക് ഉത്സവം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. സ്റ്റേജിലെ പ്രോഗ്രാമുകളും ഒക്കെ കാണാൻ പറ്റും. എന്തുവായാലും ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ അടിച്ച് പൊളിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.